ജില്ലയുടെ കായിക ഭൂപടത്തിൽ സുവർണ പ്രഭയാൽ അടയാളപ്പെടുത്തപ്പെട്ട പഞ്ചായത്താണ് കൈപ്പറമ്പ്. കഴിഞ്ഞ തവണ നറുക്കെടുപ്പിന്റെ കളത്തിൽ കാലിടറിയ UDF തിരിച്ചുവരവിന് വിസിലൂതുമ്പോൾ നേട്ടങ്ങളുടെ ട്രാക്കിൽ അതിവേഗം ഭരണത്തിലേക്ക് കുതിക്കാമെന്നാണ് LDFന്റെ പ്രതീക്ഷ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത കടന്നുപോകുന്ന പഞ്ചായത്താണ് കൈപ്പറമ്പ്. ഒരു കാലത്ത് രത്നക്കല്ല് നിർമ്മാണ രംഗത്ത് പ്രശസ്തി നേടിയിരുന്നെങ്കിലും കാലഘട്ടത്തിന്റെ മാറ്റം ആ മേഖലയെ ബാധിച്ചു. പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാർഷിക മേഖലയായി തന്നെ നിലകൊള്ളുന്നു. കായിക കരുത്തിൽ കൈപ്പറമ്പ് ഇന്ന് പുതിയ വേഗവും ദൂരവും ഉയരവും താണ്ടുകയാണ്. നിരവധി പ്രതിഭകൾ ഈ നാടിന്റെ മേൽവിലാസവുമായി കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. വിദ്യാലയ കളിമുറ്റങ്ങളിലും പഞ്ചായത്ത് ഗ്രൗണ്ടിലുമൊക്കെ പരിശീലനത്തിന്റെ കഠിന വഴികളിലൂടെ ലക്ഷ്യങ്ങളിലേക്ക് അതിവേഗം മുന്നേറുന്ന ഒരു തലമുറയെ ഇവിടെ കാണാം. കഴിഞ്ഞ 10 വർഷമായി LDF ആണ് കൈപ്പറമ്പ് ഭരിക്കുന്നത്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആകെയുള്ള 18 വാർഡുകളിൽ 8 സീറ്റുകൾ വീതം നേടി LDFും UDFും ഒപ്പത്തിനൊപ്പം നിന്നു. 2 വാർഡുകൾ BJP നേടി. നറുക്കെടുപ്പിൽ ഭരണം LDFിനൊപ്പമായി. CPMലെ KK ഉഷാദേവി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കായിക രംഗത്തെ മികച്ച മുന്നേറ്റത്തിലേക്കാണ് ഭരണ നേതൃത്വം ശ്രദ്ധ ക്ഷണിക്കുന്നത്. 1 കോടി ചെലവിട്ടുള്ള പഞ്ചായത്ത് ഗ്രൗണ്ട് വികസനം, നവീന രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം, യോഗ കരാട്ടെ പരിശീലനം, സ്പോർട്സ് കിറ്റ് വിതരണമടക്കം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പിന്തുണ. ഇങ്ങനെ നീളുന്നു അവകാശവാദങ്ങളുടെ ട്രാക്ക്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പഞ്ചായത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തന്നെയാണ് ഈ ഒരു സ്പോർട്സിന് മാത്രമല്ല ഇന്നത്തെ ഈ ലഹരിയൊക്കെ പിന്നാലെ പിള്ളേർ പോവാതിരിക്കാനും മറ്റുമായിട്ട് നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജില്ലയിലെ തന്നെ കായിക പഞ്ചായത്ത് എന്നൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്ത് നമ്മുടെ കൈപ്പറമ്പ് പഞ്ചായത്ത് തന്നെയായിരിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ 148 വീടുകൾ നൽകി. 17 പേർക്ക് ഭൂമി വാങ്ങാനും 485 കുടുംബങ്ങൾക്ക് വീട് അറ്റകുറ്റപ്പണിക്കും സഹായം ലഭ്യമാക്കി. അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക മേഖലയിലെ ഇടപെടലുകൾ, നിലാവ് പദ്ധതി ഇവയെല്ലാം നേട്ടപ്പട്ടികയിലുണ്ട്. ആരോഗ്യ മേഖലയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമെന്നും ഭരണ നേതൃത്വം പറയുന്നു. ഈ മുണ്ടൂര് ഹോസ്പിറ്റലിന്റെ പേര് കേട്ടിട്ട് 1 മാസത്തേക്കുള്ള മരുന്നാണ് പ്രഷറിനും പ്രമേഹത്തിനൊക്കെ കൊടുക്കുന്നത്. അത് വേറൊരു സ്ഥലത്ത് FHCയിൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 1 മാസത്തേക്കുള്ള മരുന്നാണ് കൊടുക്കുന്നത് ജനങ്ങൾക്ക്. അങ്ങനെ 5 പഞ്ചായത്തിൽ നിന്നാണ് അവിടെ വരുന്നത്. ഇപ്പം ഏകദേശം 2 കോടി രൂപ അലോപ്പതിയിൽ മരുന്നിന് മാത്രമായിട്ട് നമ്മൾ ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് നിരവധി പുരസ്കാരം, ആർദ്രം പുരസ്കാരം, NQAS പുരസ്കാരം, അതൊക്കെ 96.6% മാർക്കോട് കൂടിയിട്ടാണ്. അതൊക്കെ വലിയൊരു ക്രെഡിറ്റാണ്. തകർന്ന റോഡുകളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി വികസനവാദങ്ങളെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം. ആരോഗ്യ മേഖലയിലും ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗം വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ മേഖലയിൽ പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നു ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നഴ്സുമാരുടെയും ഡോക്ടറുടെയും സേവനം നിരന്തരം കിട്ടാവുന്നൊരു സാഹചര്യത്തിലേക്ക് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഉയർത്തണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവശ്യ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ക്രിയാത്മകമായ പദ്ധതികളില്ലെന്നാണ് മറ്റൊരു വിമർശനം. ലൈഫ് ഭവന പദ്ധതിയിലെ വീഴ്ചകളും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വീടുകൾ പൊളിച്ചിട്ടതിന് ശേഷം അവർക്ക് കൃത്യസമയത്ത് സാമ്പത്തിക സഹായം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഗവൺമെൻറ് തലത്തിൽ 3 ഗഡുക്കളായിട്ടാണ് നമുക്ക് ഫണ്ടുകൾ വരുന്നത്. ആ സാഹചര്യത്തിൽ ഇവർക്ക് കൃത്യമായിട്ട് നമുക്ക് സമയബന്ധിതമായിട്ട് കാശ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പല വീടുകളും പൊളിച്ചിട്ടുകൊണ്ട് പൂർണ്ണമായി പണി കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത് വാസ്തവമാണ്. പുനർവിഭജനത്തിൽ 2 വാർഡ് കൂടിയ പഞ്ചായത്തിൽ ഇത്തവണ 20 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. നിലനിർത്താൻ LDFും പിടിച്ചടക്കാൻ UDFും ശക്തി തെളിയിക്കാൻ BJPയും കൈമെയ് മറന്ന് പോരാടുന്ന കൈപ്പറമ്പിൽ ഇത്തവണ വീറും വാശിയും ഏറെയാണ്.